നമുക്കൊപ്പം പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം അലി അക്ബർ ഷായിലേക്ക്. അലി അക്ബർ ഷാ, വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്താറായോ ബോബി ചെമ്മണ്ണൂരിനെയും വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനം? അല്പസമയം മുമ്പാണ് ബോബി ചെമ്മണ്ണൂരിനെ വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനം എറണാകുളം അതിർത്തിയിലേക്ക് കടന്നത്. ഇപ്പോൾ ആലുവ അത്താണിയിൽ എത്തിയിരിക്കുന്നു. രണ്ട് പോലീസ് വാഹനങ്ങളും പോലീസ് വാഹനത്തിന് പിന്നിലായി ബോബിയുടെ പേഴ്സണൽ വാഹനവുമാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ, അതായത് അതിവേഗത്തിലാണ് വാഹനം സഞ്ചരിക്കുന്നത്, അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ഉടൻ തന്നെ ബോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളായിരിക്കും ആരംഭിക്കുക. എന്തായാലും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഈ അടിയന്തര നടപടി ാണ് പോലീസ് പിടികൂടുന്നത്. പരാതി ലഭിച്ച് ദ്രുതഗതിയിലുള്ള നടപടിയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഹണിറോസിന്റെ പരാതി ലഭിക്കുന്നു. അതിൽ മറ്റ് നടപടിക്രമങ്ങൾ, ലീഗൽ നടപടിക്രമങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പോലീസ് സംഘം ബോബിയെ അന്വേഷിച്ച് വയനാട്ടിലേക്ക് എത്തുകയായിരുന്നു. പുലർച്ചെ തന്നെ വയനാട്ടിലെത്തുന്നു. ഈ ബോബിയുടെ 1000 ഏക്കർ എന്ന ഈ പ്രൊജക്റ്റിൽ നിന്നും ബോബി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു. മറ്റൊരു യാത്രയ്ക്കായി പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി പോലീസിന്റെ പിടിയിലാകുന്നത്. ഇത്രയും വലിയൊരു വ്യവസായിക്കെതിരെ വന്ന പരാതിയിൽ അടിയന്തരമായി പോലീസ് നടപടി കൈക്കൊണ്ടതിൽ സന്തോഷമുണ്ട് എന്ന് പരാതിക്കാരിയായ നടി ഹണിറോസ് ഉൾപ്പെടെ പ്രതികരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും തീർച്ചയായും ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹണിറോസ് മൊഴി നൽകിയിരിക്കുകയാണ്. നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ മട്ടന്നൂർ, തത്സമയം ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഹണിറോസ് എത്തി മൊഴി നൽകി മടങ്ങുകയാണ്. പരാതിയിൽ ഉറച്ചു നിൽക്കും എന്നാണ് ഹണിറോസ് റിപ്പോർട്ടറിനോട് ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. സമാനമായ രീതിയിലാണോ അവരിപ്പോൾ മൊഴി നൽകി മടങ്ങുന്നത്? സുജയ, അത്തരത്തിൽ കൃത്യമായ മൊഴി നൽകിക്കൊണ്ട് ഇപ്പോൾ ഹണിറോസ് മടങ്ങിയിരിക്കുകയാണ്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി നൽകാൻ എത്തിയത് അല്പസമയം മുമ്പാണ്. ഏതാണ്ട് 5 മണിയോടെയാണ് ഹണിറോസ് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയത്. ഇതിൽ ആദ്യഘട്ടത്തിൽ പരാതി നൽകിയതിന് പിന്നാലെ പ്രാഥമികമായി ഒരു മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ നിയമ നടപടികൾ കൂടുതൽ കൃത്യമാക്കാൻ വേണ്ടി അതിന്റെ ഭാഗമായി ഇത്തരത്തിൽ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്താൻ പറയുകയായിരുന്നു. ഇത് പ്രകാരമാണ് ഹണിറോസ് കോടതിയിലെത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഞാൻ നിൽക്കുന്ന എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരുമായി പ്രത്യേക അന്വേഷണ സംഘം എത്തും. ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെയുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ഇന്ന് ഇവിടെ എത്തിച്ച ശേഷം ചോദ്യം ചെയ്ത് ഒരു പക്ഷേ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും, അല്ലെങ്കിൽ നാളെയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഹണിറോസിന്റെ പരാതിയിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് കേസെടുക്കുന്നു. അതിനുശേഷം എറണാകുളത്തെ കൊച്ചി സിറ്റി പോലീസ് കൊച്ചിയിൽ നിന്നും വയനാട്ടിലേക്ക് തിരിക്കുന്നു. ഈ ബോബി ചെമ്മണ്ണൂരിന് മറ്റൊരു പ്രതിരോധം തീർക്കാൻ ഒരവസരം നൽകുന്നതിന് മുൻപ് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നു. വയനാട്ടിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു. ഇത്തരത്തിൽ എത്രയും വളരെ വേഗതയിലുള്ള ഒരു നടപടിയിലേക്കാണ് കൊച്ചി സിറ്റി പോലീസ്, പ്രത്യേകിച്ച് എറണാകുളം സെൻട്രൽ പോലീസ് കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാതെയായിരുന്നു ഇത്തരത്തിൽ ഹണിറോസ് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ വിമർശനം ഉന്നയിച്ചത്. എന്നാൽ ആ പോസ്റ്റിന്റെ കീഴിലും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ കീഴിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള അധിക്ഷേപ പരാമർശങ്ങളുമായി നിരവധി ആളുകൾ എത്തി. അത്തരത്തിലാണ് നിയമ പോരാട്ടത്തിലേക്ക് ഹണിറോസ് കടക്കുന്നത്. അതിന്റെ ഭാഗമായി തീർച്ചയായും സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ഉണ്ട്. അർജുനിലേക്ക് ഞാൻ വരാം. അഞ്ജലി, ഹണിറോസ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുകയാണ്. നേരത്തെ തന്നെ താൻ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല ഇത് തുടർച്ചയായി തന്നെ അവഹേളിക്കുന്ന തരത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് ഈ പരാതിയിലേക്ക് താൻ വന്നത്. അത് ഉറച്ച ബോധ്യത്തോടെ എടുത്ത തീരുമാനമാണ് എന്നാണ് ഹണി നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയ ശേഷം പ്രതികരിച്ചോ? സുജയ, ഹണിറോസ് ഇപ്പോൾ തനിക്കൊന്നും വ്യക്തമാക്കാനില്ല, പ്രതികരിക്കാനില്ല എന്നാണ് ഹണിറോസ് വ്യക്തമാക്കിയത്. പക്ഷേ ഏകദേശം 2 മണിക്കൂറോളം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹണിറോസ് മൊഴി നൽകാനായി എത്തിയിരുന്നു. 2 മണിക്കൂർ കോടതിയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് എത്തിയത്. പുറത്തേക്ക് എത്തുമ്പോൾ തന്നെ ഒരുപാട് ആരാധകർ ഹണിറോസിനൊപ്പം സെൽഫി എടുക്കാനും ഒക്കെ കൂടുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് തനിക്കൊന്നും പ്രതികരിക്കാനില്ലെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ 2 മണിക്കൂറോളം ഇത്തരത്തിൽ ഈ ഒരു ബോബി ചെമ്മണ്ണൂരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വളരെ മ്ലേച്ഛകരമായിട്ടുള്ള കമന്റുകൾക്കൊക്കെയാണ് ഇപ്പോൾ ഹണിറോസ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഇതിന് പിന്നാലെ പരാതി നൽകുന്നു. തുടർന്ന് ഉടനടി മണിക്കൂറുകൾക്കുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്ത എത്തുന്നു. പിന്നാലെ തന്നെ അതിവേഗമാണ് ഹണിറോസ് കോടതിയിലെത്തി ഈ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് മുന്നിൽ രേഖപ്പെടുത്തിയത്. ഹണിറോസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല സമയത്ത്, അതായത് ബോബി ചെമ്മണ്ണൂരല്ല, തുടക്കം മുതൽ പല വ്യക്തികളും ഇത്തരത്തിലുള്ള മോശം കമന്റുകൾ ഹണിറോസിനെതിരെ ഉയർത്താറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ഫംഗ്ഷനിലേക്ക്
മുന്നിലേക്ക്, അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ഫംഗ്ഷനിലേക്ക് വിളിച്ചു വരുത്തി അധിക്ഷേപ കമന്റ് നടത്തുക, ഇത്രയും ആളുകൾക്ക് മുന്നിലേക്ക് ഹണി റോസിനെ എറിഞ്ഞു കൊടുത്തു എന്ന് നമ്മൾ പറയുന്നതായിരിക്കും നല്ലത്. അത്രമാത്രം മോശമായ രീതിയിലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രവൃത്തി, അതായത് അത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഹണി റോസിനെതിരെ ഉണ്ടായത്. ഇതിനെതിരെ ആദ്യത്തെ ഘട്ടത്തിൽ ഇയാളുടെ പേര് വ്യക്തമാക്കിയില്ലെങ്കിലും പിന്നീട് വീണ്ടും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപ കമന്റുകൾ ഈ പോസ്റ്റുകൾക്ക് താഴെ വരാൻ തുടങ്ങിയതിനു ശേഷമാണ് ഹണി റോസ് വീണ്ടും പേര് വെളിപ്പെടുത്തിക്കൊണ്ട്, നമ്മൾ അങ്ങനെ തന്നെ എടുത്തു പറയേണ്ടതുണ്ട്, കാരണം പേര് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വലിയൊരു വ്യവസായ പ്രമുഖന് നേരെ, ബോബി ചെമ്മണ്ണൂരിനെതിരെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ഹണി റോസ് മുന്നിലേക്ക് വരുമ്പോൾ അവരുടെ ആ ഒരു ശബ്ദത്തിന് കൂടുതൽ ശബ്ദം ഉയരുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഇത്തരത്തിൽ അതിവേഗമാണ് പോലീസും ഈ കേസിൽ ഇടപെടുന്നത്. നേരത്തെ നമ്മൾ DCPയോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതേ രീതിയിലാണ്. കാരണം ഈ ഒരു കമ്പനി ഇനി ഒരാൾക്ക് നേരെയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് അതിവേഗത്തിൽ പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടുന്നതെന്നാണ് കാരണം അലി അക്ബർ ഷാ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരുമായുള്ള വാഹനം പാലം കടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കാണോ, എവിടേക്കാണ് ഈ ഒരു ലക്ഷ്യം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? സുജയ, ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് പോലീസ് വാഹനം ഇപ്പോൾ പറവൂർ കവല കഴിഞ്ഞിരിക്കുന്നു. ഒരു അരമണിക്കൂർ പരമാവധി അതിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. അത്രയും വേഗതയിൽ തന്നെയാണ് ഈ നടപടിക്രമങ്ങൾ പോലീസ് ഏത് നിലയിൽ ഇതുവരെ നടത്തിയോ അതേ നിലയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ വാഹനവും പോകുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ മാക്സിമം അതിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ, ബോബിയുടെ ഫോൺ ഉൾപ്പെടെ CC എന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സാധന സാമഗ്രികൾ, ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം CC ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ ഈ ദ്രുതഗതിയിലുള്ള നടപടി മുന്നോട്ട് പോകുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഇത്രയും വലിയൊരു വ്യവസായി അത്തരത്തിൽ ആർക്കും തന്നെ തൊടാൻ കഴിയില്ല എന്ന ധൈര്യത്തിന്റെ പുറത്ത് കാലങ്ങളായി നടത്തി വന്ന സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഇതിനെല്ലാമെതിരെയുള്ള ഒരു നടപടി എന്ന നിലയിലാണ് ബോബിക്കെതിരായി പോലീസ് നടപടിയെ കാണേണ്ടത്. അതിന് FFK ഉൾപ്പെടെയുള്ള സിനിമാ സംഘടനകൾ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ്. ബോബിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ നിരവധിയായ സ്ത്രീകളെ, ചെറിയ കുട്ടികളെ ഉൾപ്പെടെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഉൾപ്പെടെ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്റെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് കാലങ്ങളായി വിമർശനം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു പോലീസ് നടപടിയോ പരാതിയോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ വളരെ ധൈര്യപൂർവ്വമുള്ള ഒരു പരാതി നൽകി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച നിലപാടുമായി ഹണി റോസ് രംഗത്ത് വന്നതോടുകൂടിയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായിക്കെതിരെ ഇത്തരത്തിലൊരു പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. പരാതി ലഭിച്ച ദ്രുതഗതിയിലുള്ള ഇടപെടൽ വയനാട്ടിലേക്ക് കൊച്ചിയിൽ നിന്നും പോലീസ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ റിപ്പോർട്ടറിലൂടെ കാണുന്നത്. മറുഭാഗത്തുള്ള സ്ക്രീനിൽ ബോബി ചെമ്മണ്ണൂരുമായി ഇപ്പോൾ പറവൂർ കവല പിന്നിട്ട് കൊച്ചിയിലേക്ക് വരികയാണ് പോലീസ് സംഘം.